മാനിഫെസ്റ്റോയിൽ പറഞ്ഞാലോ ഓരോ വർഷം എത്ര ചെയ്തു എന്നുള്ളതാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞത് ചെയ്തതല്ല. മാനിഫെസ്റ്റോ പറഞ്ഞിട്ടാണല്ലോ ആൾക്കാരുടെ അടുത്ത് പോയി വോട്ട് ക്ഷേമപെൻഷൻ ഉയർത്തുമെന്ന് മാനിഫെസ്റ്റോ പറഞ്ഞു. ഏറ്റവും അവസാനം കൂട്ടുകെട്ടാണെന്നുള്ളവർക്ക് ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ബോർഡ് എഴുതി താഴെ വെച്ചിരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രിൻസിപ്പിൾ ഇരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ പേരങ്ങ് മാറ്റ്. അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ തെറ്റ് തിരുത്തുന്നുണ്ടല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് തെറ്റ് തിരുത്തൽ എന്നുണ്ടാകും? 15 കൊല്ലം കഴിഞ്ഞ് സംഗമം നടത്തി. തന്ത്രി വ്യഭിചാരിയാണെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ പിണറായി വിജയൻ ആ തന്ത്രിയെ കൈക്ക് പിടിച്ചു കൊണ്ടുവന്ന് വിളക്ക് കത്തിച്ചു, അല്ലേ? അപ്പൊ തന്ത്രിയുടെ വ്യഭിചാരം അവിടെ തീർന്നു. സാധാരണ ഇടതുപക്ഷ പ്രവർത്തകർക്ക് ദഹിക്കാത്ത രീതിയിൽ പുതിയ ക്യാപ്സൂളുകൾ പുതിയ രൂപത്തിൽ ഇറക്കുന്നത് ഒരു ഡെസ്പറേഷൻ ആണോ, അതോ വികലമായ PR ആണോ, അതോ തെറ്റായ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ ഇവർ ലക്ഷ്യം വെക്കുകയാണോ? നിലയില്ലാ കയത്തിൽ വീണതിന് ശേഷമുള്ള കൈയിട്ടടി പോലെയാണ്. കാരണം ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. എന്തിനുള്ള പുറപ്പാടാണ്ടോ? സത്യത്തിൽ CPM-നെ ഏത് തെരഞ്ഞെടുപ്പിലും തോൽപ്പിക്കുന്നത് CPM-കാർ തന്നെയാണ്. CPM-ന്റെ അനുഭാവികൾ തന്നെയാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരു ലാൻഡ് സ്ലൈഡ് പരാജയം CPM-ന് സംഭവിക്കുന്നതിന്റെ കാരണം ഇവരാരും ആ സമയത്ത് ഒപ്പം നിൽക്കാത്തതുകൊണ്ടാണ്. അതിൽ ഇത്ര ചിരിക്കാനൊന്നുമില്ല. അവൻ പറഞ്ഞ ഉത്തരം ശരിയാ. ഈ അയ്യപ്പ സംഗമം നടത്തിയതിന് അയ്യപ്പനെ ഉദ്ധരിക്കാനാണോ, ശബരിമലയിലേക്ക് വരുന്ന ഭക്തരെ ഉദ്ധരിക്കാനാണോ? ഒന്നുമല്ല. അവിടെ ഭക്തരെ ഉദ്ധരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ കൺട്രോൾ കറക്റ്റായിട്ട് നോക്കുക, നല്ല ഭക്ഷണമാണ് കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്തുക, വെള്ളം ആൾക്കാർക്ക് കൊടുക്കുക, ആൾക്കാർക്ക് ടോയ്ലറ്റ് സൗകര്യം കൊടുക്കുക. ഇത് കൂടുതൽ 5 സ്റ്റാർ കട്ടിലൊന്നും വേണമെന്നും ആരും അവിടെ പറയുന്നില്ല. ഇത്രയും കൊടുത്താൽ മതി. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? SNDP-യുടെയും NSS-ന്റെയും KPMS-ന്റെയും അടക്കമുള്ള ആൾക്കാരെ ഒരൊറ്റ വേദിയിൽ പിണറായി വിജയനൊപ്പം കൊണ്ടുവന്ന് ഒരു പൊളിറ്റിക്കൽ മെസ്സേജ്. അതല്ലായിരുന്നെങ്കിൽ CPM-നെ പോലൊരു സംവിധാനത്തിന് അവിടെ ശബരിമലയിൽ 4100 പേരെ കൊണ്ടുവരാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? പക്ഷേ അതൊന്നും അവരുടെ പ്രയോറിറ്റി ആയിരുന്നില്ല. വെള്ളാപ്പള്ളി നടേശനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി ഇറക്കുക, മാധ്യമങ്ങൾ അത് കവർ ചെയ്യുക, അതിൽ നിന്ന് ഒരു വലിയ സന്ദേശം ഉണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുന്നു. നല്ല ഐഡിയ. മറിയക്കുട്ടി ചേട്ടത്തി എന്ന് പറഞ്ഞ ഒരാളിനെ മറക്കാനായിട്ടുള്ള സമയമായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ 1-ാം നമ്പർ ലെഫ്റ്റ് ഹാൻഡിലാണ് ദേശാഭിമാനി. അവരുടെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ എന്താ? അവർക്ക് എത്ര സ്വത്തുണ്ടെന്നാണ് പറഞ്ഞ്, അവർക്ക് എത്ര ആസ്തിയുണ്ട്, അവരുടെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞ്. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു? ലേലുവല്ലു പറഞ്ഞില്ലേ? പരസ്യമായിട്ട് ലേലുവല്ലു പറയേണ്ടി വന്നില്ലേ? സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ 1-ാമത്തെ പേജിൽ അവിഹിതം ഉണ്ടെന്നും പറഞ്ഞിട്ട് അടിച്ചു വെച്ചിട്ട് പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന നിങ്ങളാണ് ഈ ലോകത്ത് നുണ കണ്ടുപിടിച്ചത്. അല്ലാതെ നുണ പ്രചരിപ്പിച്ചതല്ല, നുണ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നിന്നിട്ട് എവിടെയാണ് ഞങ്ങൾ നുണ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യവും നുണയും തമ്മിലുള്ള അതിർവരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇവർ വിചാരിക്കുന്ന ഈ നാട്ടുകാർ മുഴുവൻ മണ്ടന്മാരാണെന്നാണ്. ഇപ്പോൾ ഇഫക്റ്റീവ്ലി നടന്നിരിക്കുന്നത് എന്താ? കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തുമ്പോൾ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി സംവിധാനത്തിനെ ഗവൺമെൻറ് ID കാർഡ് ഇട്ടുകൊണ്ട് ആൾക്കാരുടെ വീട്ടിലേക്ക് പോയി ക്യാൻവാസ് ചെയ്യാൻ. പണ്ട് പറഞ്ഞില്ല, കോവിഡ് സമയത്ത് വീട്ടിൽ പൈസ കൊണ്ടു കൊടുത്തതിന് ശേഷം പക്ഷേ നമ്മുടെ സർക്കാരാണ്, അതുകൊണ്ടാണ് ഇത് കിട്ടുന്നത്, നമ്മൾ വീട്ടിൽ കൊണ്ട് തരികയാണ്. ഈ സംവിധാനം തുടരണമെങ്കിൽ നിങ്ങൾ ദാ ഈ ചിഹ്നത്തിലേക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് പറയാതിരിക്കാൻ കഴിയില്ല. എന്തൊക്കെ ഞങ്ങൾ വികസനം നടത്തി എന്ന് പറഞ്ഞാലും അവസാനം കൊണ്ടുവന്ന് അത് ഏത് പാർട്ടി ഭരിക്കുന്ന സ്ഥലത്താണെങ്കിലും ലാസ്റ്റിലത്തെ 2 മാസത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് തൊട്ട് മുമ്പ് ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുക, ഇങ്ങനത്തെ ഫ്രീ ബി കൊടുക്കുക. ഇപ്പോൾ തമിഴ്നാട്ടിൽ കണ്ടില്ലേ, ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കൊടുക്കുക. ഈ സംവിധാനം ചെയ്യുന്നത് എന്താ? ഈ സമയത്തെ സത്യത്തിൽ സാധാരണക്കാരന് എന്തെങ്കിലും രീതിയിലുള്ള ഗുണം ഉണ്ടാവുന്നുള്ളൂ. നമ്മളിതിനെ ഒരു ഭാഗത്ത് പോസിറ്റീവ്ലി ഭരണഘടനാപരമായിട്ടൊക്കെ എതിർക്കുമ്പോൾ പോലും ഈ സമയത്ത് വല്ലതും കിട്ടിയാൽ കിട്ടി എന്നത് മാത്രമേ ഉള്ളൂ എന്നും അതുമാത്രമേ ഈ പോളിംഗ് ബൂത്തിലേക്ക് കയറുന്ന സമയത്ത് ആൾക്കാരുടെ മെമ്മറിയിൽ ഉണ്ടാവുകയുള്ളൂ എന്നും നമ്മളെക്കാൾ നന്നായിട്ട് ഈ രാഷ്ട്രീയക്കാർക്ക് അറിയുന്നത് കൊണ്ടാണ് ഇതിന്റെ പല സ്കീമുകൾ കാണുന്നത്. ഇനിയിപ്പോൾ വരുന്ന വലിയൊരു സാധനമുണ്ട്, മാനിഫെസ്റ്റോ. ആശാ വർക്കർമാർക്ക് ഇത്ര, ഇതിന് പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരും. പിന്നെ അംഗനവാടി വർക്കർമാർക്ക് ഇത്ര, മറ്റേത് ഇത്ര, മറിച്ചത് ഇത്ര, ക്ഷേമ പെൻഷൻ 4500 ആക്കും. മാത്രമല്ല ഇതിനകത്ത് എല്ലാ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എത്ര ശതമാനം നടപ്പിലാക്കി? അധികാരത്തിൽ കയറുന്ന സമയത്ത് ക്ഷേമ പെൻഷൻ എത്ര ആക്കുമെന്നായിരുന്നു അന്നത്തെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? മാനിഫെസ്റ്റോയിൽ പറഞ്ഞാലോ ഓരോ വർഷം എത്ര ചെയ്തു എന്നുള്ളതാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞത് ചെയ്തതല്ല. മാനിഫെസ്റ്റോ പറഞ്ഞിട്ടാണല്ലോ ആൾക്കാരുടെ അടുത്ത് പോയി വോട്ട് ചെയ്യുന്നത്. ക്ഷേമപെൻഷൻ ഉയർത്തുമെന്ന് മാനിഫെസ്റ്റോ പറഞ്ഞു. ഏറ്റവും അവസാനം കൂട്ടുകെട്ടാണെന്നുള്ളവർക്ക് ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. എക്സാക്ട്ലി. ഇതൊക്കെ പിന്നെ ഈ പ്രകടന പത്രിക വെച്ച് ഓഡിറ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ പ്രതിപക്ഷം ഇല്ലാത്തതുകൊണ്ടോ പലരും ചോദിക്കാത്തതുകൊണ്ടോ മാത്രമാണ് സത്യത്തിൽ. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. വയനാട് പുനരധിവാസത്തില് അതൊക്കെ വളരെ ഹെർക്കൂലിയൻ ടാസ്ക് ആണ്, അല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കേണ്ടത്, സമാനതകളില്ലാത്ത ദുരന്തം 6 മാസത്തിനകം പുനരധിവാസം എന്ന് അവിടുത്തെ ജനങ്ങളോട് സർക്കാർ പ്രഖ്യാപിച്ചു തുടങ്ങിയാണ്. 2 വർഷം തികയുമ്പോൾ 178 വീടുകളിൽ ആദ്യത്തെ ലോട്ടിൽ ഇടം പിടിക്കാൻ വേണ്ടി നറുക്കുമായി ആളുകൾ കാത്തു നിൽക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ എന്തോ PR ചെയ്യട്ടെ. KC വേണുഗോപാൽ പോയി കപ്പ എന്തോ നോക്കുന്നു, PD സതീശൻ വേറെ പണി നോക്കുന്നു, BJP വേറെ ചെയ്യുമായിരിക്കും.
ഗോവിന്ദ മാഷയുടെ കീശയിലിട്ട കാശ് ആരുടേതാണെന്നുള്ള തർക്കം ഇപ്പോഴും നിൽക്കണം. ആ പാവം പിടിച്ച വൃദ്ധൻ എന്ത് സംഭവിക്കുന്നുള്ള നമ്മുടെയൊക്കെ ആശങ്ക. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? 10 കൊല്ലം ശക്തനായ പിണറായി വിജയൻ, ഇരട്ടച്ചങ്കുള്ള പിണറായി വിജയൻ, മികച്ച ശൈലജ, മികച്ച വീണ ജോർജ്, പി രാജീവ്, വ്യവസായങ്ങൾ ഇങ്ങനെ കുതിച്ചു ഒഴുകുകയാണ് കേരളത്തിൽ. പി രാജീവ്, പിന്നെ എം പി രാജേഷ് ആണെങ്കിൽ 10 ലക്ഷം ഫയൽ സെറ്റിൽ ചെയ്തെന്നാണ് പറയുന്നത്. എം പി രാജേഷ് സാധാരണ ജനം ദുരിതത്തിലല്ലേ. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞില്ല, തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നവർ, കടയിൽ നിൽക്കുന്നവർ, പെട്രോൾ പമ്പിൽ നിൽക്കുന്ന അവരാണ് ഈ സർക്കാർ ആശുപത്രി ആശ്രയിക്കാൻ പോകുന്നത്. അവിടെ പോകുമ്പോൾ മരുന്നില്ലെന്നേ. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അവിടെ ബ്രെഡും പാലും കൊടുക്കുന്നില്ലെന്നേ. അവിടെ സൂചി പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വരാൻ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന തിരുവനന്തപുരത്തുള്ള ഹാരിസ് ഡോക്ടർ അല്ലേ വെളി പറഞ്ഞത്. ആ പറഞ്ഞതിന് ഡോക്ടർ പ്രഷറിലായിട്ട് ആ ഡോക്ടർ അദ്ദേഹം ഒരാഴ്ച സൈക്കാട്രിക് ട്രീറ്റ്മെന്റിൽ പോയ കാര്യം സാറിന് അങ്ങനെ പറയല്ലേ, കത്രിക ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. കത്രിക ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 കൊടുത്തിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്. ഒരെണ്ണം ഹർഷനയുടെ വയറ്റിൽ വെച്ച് കൊടുത്തു. അത് പിന്നെ അവർ വെളിയിൽ പോയി എടുത്തു. ഇവർ 5 കൊല്ലം വീണ്ടും ഇതിനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് കിടന്ന് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള രാജ്യമാണ് ജപ്പാൻ. അവിടെ ഒരു ക്യാമറ കൊണ്ടുപോയാൽ അഴുക്കക്കൂനകൾ കാണും. താങ്കൾ ഈ അഴുക്കക്കൂനയിലേക്ക് ക്യാമറയും കൊണ്ടുപോവുകയാണ്. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്. മനസ്സിലായോ? നേരത്തെ റെജിമൻ പറയണ്ടായി ഇവിടെ ഈ ഗൃഹസന്ദർശനം, ആ സർവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. അത് വേറെ പാർട്ടിക്കാർ പോകുന്ന കാര്യമല്ല. അല്ല, പാർട്ടിക്കാർ അതിനകത്ത് ഒരു പൊളിഞ്ഞു പോയതും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് തീർച്ചയായും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരും അടുത്ത തവണ എന്ന് അത്ര ഉറപ്പോട് കൂടിയാണ്. ശരിയാണ്, അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ നീ വളർന്ന് ഇത്രയും വലിയൊരു തല്ലിപ്പൊളിയാകുമെന്ന് ഞാൻ അറിഞ്ഞോ? പ്രായപരിധി ഇല്ലാതെ എല്ലാ സ്ത്രീകൾക്കും ശബരിമല പ്രവേശനം നേടണമെന്നുള്ളത് വി എസ് സർക്കാരിന്റെ കാലത്തെ നിങ്ങളുടെ നിലപാടാണ്, ഇടതുപക്ഷത്തിന്റെ. ആ നിലപാട് കോടതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്റെ ഉത്തരവുണ്ടാകുന്നു. അത് നടപ്പാക്കിയതിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാം. അതൊന്നും സാരമില്ല. ഇന്ന് ഒരു നിലപാട് ഈ സർക്കാരിനോട് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? സമയം വരട്ടെ, വിശ്വാസികളോട് ചോദിക്കും. ഇടതുപക്ഷത്തിന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നിലപാടിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ? ആഗോള അയ്യപ്പ സംഗമം നടത്തി. തന്ത്രി വ്യഭിചാരിയാണെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ പിണറായി വിജയൻ ആ തന്ത്രിയെ കൈക്ക് പിടിച്ചു കൊണ്ടുവന്ന് വിളക്ക് കത്തിച്ചു അല്ലേ? അപ്പൊ തന്ത്രിയുടെ വ്യഭിചാരം അവിടെ തീർന്നു. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് കേരള തൊഗാഡിയ എന്ന് അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. ആ വെള്ളാപ്പള്ളി നടേശനെ കാറെ കൊണ്ട് നടന്നു. കടിച്ചുകുളങ്ങര പോയി അവൈലബിൾ ക്യാബിനറ്റ് അദ്ദേഹം അവിടെ വെച്ച് കൂടി. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കഴിയുന്നുണ്ടോ ഇന്ന് ഈ ഭരണത്തിൽ? ചില സമയങ്ങളിൽ പ്രായോഗികമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ആൾക്കാർ നിങ്ങളോട് പലവരും പറഞ്ഞിട്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് പറ്റിയത് തെറ്റായിരുന്നു എന്ന് പറയുന്നതിലല്ല. ഒരു ഭാഗത്ത് നമുക്ക് സഖാവ് പുഷ്പന്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നതിനും മറ്റൊരു ഭാഗത്ത് നിങ്ങൾക്ക് ആ തീരുമാനം തിരുത്തുന്നതിനും ശരിയായിട്ട് രണ്ടും കൂടെ ഒന്നിച്ചു പോയില്ല. ഗെയിൽ പദ്ധതിയെ എതിർത്ത ആൾക്കാർ, സമരം നടത്തിയ ആൾക്കാർ, എന്നിട്ട് ഗെയിൽ പദ്ധതി ഞങ്ങളാണ് നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. തെറ്റ് തിരുത്തും അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ തെറ്റ് തിരുത്തുന്നുണ്ടല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ വൈകിയാണെങ്കിലും. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് തെറ്റ് തിരുത്തൽ എന്നുണ്ടാകും? 15 കൊല്ലം കഴിഞ്ഞ് അങ്ങനെയാണോ? ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ഒരു ആരാധനാലയത്തിൽ പ്രവേശനത്തിന് അവകാശം വേണമെന്നുള്ള നിങ്ങളുടെ കോർ സ്ലോഗൻ, നിങ്ങളുടെ മുദ്രാവാക്യം, അത് കാലോചിതമായി, സമയബന്ധിതമായി, പ്രായോഗികമായി തെരഞ്ഞെടുപ്പ് കാലത്ത് മാറേണ്ടതാണോ, മറിയേണ്ടതാണോ, അതോ അതിൽ സ്ഥിരമായിട്ട് നിൽക്കേണ്ടതാണോ? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ചില ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വിവാദം ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സമയത്ത് ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ശ്രീ ജയരാജ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേദിയിൽ മൈക്ക് കെട്ടിവെച്ച് 4 വോട്ടിന് വേണ്ടി നവോത്ഥാനങ്ങളെ കുഴിച്ചു മൂടുന്നവനല്ല വിജയൻ എന്ന് പ്രസംഗിക്കരുത്. ഞങ്ങൾക്ക് അധികാരമാണ് പ്രധാനം. 3 സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അധികാരം നിലനിർത്താനും അതുവഴി ജനങ്ങളെ സേവിക്കാനും ഞങ്ങൾ എല്ലാ അടവും സ്വീകരിക്കുന്നു. ജനങ്ങളോട് പറയൂ, എന്നിട്ട് നിങ്ങൾ വോട്ട് തേടൂ. അതല്ലേ പ്രധാനം. പൊതുജനം, ബഹുജനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതാ ചിലർ ഉപയോഗിക്കുന്നു, ചില രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന പോലെ പ്രജയെന്നല്ലല്ലോ ഉപയോഗിച്ചത്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? പിന്നീട് മറുപടിയുണ്ട്. ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത് കേട്ടപ്പോ പുഞ്ചിരിച്ചോണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണഭൂതം എന്ന് പറഞ്ഞ് തിരുവാതിര നടത്തുന്നത് വിളിക്കാറുണ്ട്. ചെകുവരെന്ന് വിളിക്കാറുണ്ട്. അതിനൊന്നും ഇല്ലേ? ഇത് നിങ്ങളുടെ സ്ഥായിയായ മുദ്രാവാക്യങ്ങളിൽ നിന്ന് കേവലം വോട്ടുകൾക്കും സീറ്റുകൾക്കും വേണ്ടി വഴിവിട്ട് കാലിന്റെ അടിയിൽ ഉറച്ചു നിന്നിരുന്ന മണ്ണ് ഒലിച്ചു പോകുന്നു എന്നുള്ളൊരു ആശങ്ക പല ഇടതുപക്ഷക്കാർക്കുണ്ട്. അതിൽ അടിസ്ഥാനമുണ്ടോ? യാതൊരു അടിസ്ഥാനമില്ല. കാരണം ഇടതുപക്ഷക്കാരൊക്കെ അത്യാവശ്യം ബുദ്ധിയുള്ളവരാണ്, പുസ്തകം വായിക്കുന്നവരാണ്, ആളുകൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം.
ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുള്ള ഒരു മാധ്യമ സിൻഡിക്കേറ്റ് മറ്റ് പല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ഒരുമിച്ച് ചേർന്ന് ഈ സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്തുന്നതെന്ന് ഇവിടുത്തെ ഇടതുപക്ഷ മനസ്സിന് നന്നായിട്ട് അറിയാം. അത് ബാക്ക്ലാഷ് ചെയ്യാൻ പോകുന്നത് ഈ പോളിലൂടെയാണ്. ഈ പോളിലൂടെ അത്തരക്കാർക്കൊക്കെ ശക്തമായ മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അത് സംഭവിച്ചിരിക്കും. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് കുറേയധികം തീരുമാനങ്ങൾ വന്നിരുന്ന സമയത്ത് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ പലതും, പ്രത്യേകിച്ച് സമസ്ത പോലെയുള്ള സംഘടനകളുടെ എതിർപ്പ് പറഞ്ഞു. ടൈമിൻ്റെ കാര്യത്തിലാണെങ്കിലും സൂംബ ഡാൻസ് കൊണ്ടുവരുന്നതിൽ, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം, ഞാൻ പറഞ്ഞ ഈ ഒരൊറ്റ സമയത്ത് മന്ത്രി ബിന്ദു ആയിക്കോട്ടെ, ശിവൻകുട്ടി ആയിക്കോട്ടെ, ഇവരെല്ലാം ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ ബിസിനസ്സുകാരെ സൂചിപ്പിക്കാൻ നമ്മൾ കണ്ടതല്ലേ, ഒരു സാധ്യതയില്ലാത്ത എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ടിട്ട് മരം മുഴുവൻ മുറിയടാ മുറി എന്ന് പറഞ്ഞതിന് ശേഷം ഇത് ചെയ്യുക. ഇതേപോലത്തെ ഉത്തരവുകളും സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ സംവിധാനത്തിനെ പോലും പാർട്ടിക്ക് വേണ്ടി ദുരുപയോഗിക്കേണ്ടി വരുന്ന ദൗർബല്യമാണ്. അതിന് പ്രായോഗിക രാഷ്ട്രീയം എന്നുള്ള പേരല്ല പറയേണ്ടത്, ദൗർബല്യമെന്നാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞ് ബോർഡ് എഴുതി താഴെ വെച്ചിരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രിൻസിപ്പിൾ ഇരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ പേരങ്ങ് മാറ്റ്, വലതുപക്ഷം നാക്ക്. ഞാൻ ആദ്യം മുതലേ തന്നെ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ പറയുന്ന ഏറ്റവും വലിയ വിമർശനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്നതിനകത്തിൽ കമ്മ്യൂണിസവും മാർക്സിസവും ഒന്നുമില്ല. ട്രഡീഷണൽ ആയിട്ടുള്ള നിങ്ങളുടെ മൂല്യം അതല്ല, പേരിലേ ഉള്ളൂ. ദേശാഭിമാനിയിലെ തീയതി കറക്റ്റ് ആണ് എന്ന് പറയുന്നത് പോലെയാണ്. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതി. പോട്ടെ അമ്പിമനെ പോട്ടറാ സാറേ, ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?